E-Master Digital Education App Kerala syllabus 8th class മുതൽ +2 വരെ. Download now. 5, 4, 3, 2, 1, 0. സ്റ്റാർ മാജിക് എല്ലാവരുടെ ലൈഫിലും എന്താ പറയുക വലിയൊരു ഭാഗം ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുകയാണ് ടമാർപ്പെടാർ കാലം മുതലല്ലേ. അപ്പോൾ എല്ലാവരും ഒരു ദിവസം എന്താ പറയുക നമ്മൾ ഒരിക്കലും ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങണേക്കാളും മുന്നേ എന്താ തുടങ്ങാത്ത എന്നുള്ള ഭയങ്കര ആകാംക്ഷയാണ്. ഏതായാലും ആകാംക്ഷ ഒട്ടും തന്നെ കുറയ്ക്കണ്ട. ഇന്നും നിങ്ങളുടെ ഈ ഒരു ഈവനിങ് കളർഫുൾ ആക്കാനായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് E-Master presents Kenmi ഓൺലൈൻ ഇംഗ്ലീഷ് സ്റ്റാർ മാജിക്. ഏതായാലും ഇന്നത്തെ ഈവനിങ് കളർഫുൾ ആക്കാനായിട്ട് ഞാനിവിടെ എത്ര നിന്ന് ലെക്ചർ അടിച്ചിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ടീം മെമ്പേഴ്സിനെ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ അത് തന്നെയാണല്ലോ അല്ലെ, രണ്ട് സെയിം തന്നെ ഇടയ്ക്ക് തല്ലുകൂടാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമുക്ക് വെൽക്കം ചെയ്യാം ടു our episode. So let's welcome the entire team to Star Magic. പാട്ട് ഞങ്ങളെ ആർക്കുമായിട്ട് ഉപമിക്കാൻ തോന്നാത്തോണ്ട് നമ്മൾ നന്നായിട്ട് കളിച്ചു. എന്റെ കൈ ഇങ്ങനെ അങ്ങനെ അത് അറിയാതെ വന്നാണ്. ചൂണ്ടിയതല്ല മിസ്റ്റർ വിജയകാന്ത് അങ്ങനെ സംസാരിക്കരുത്. അല്ല, ഈ കളകള എന്ന് പറഞ്ഞപ്പോ തങ്കത്തിനൊക്കെ തലയൊറിയുണ്ടായിരുന്നല്ലോ, എന്താണത് കാളാന്ന് പറഞ്ഞപ്പോ പറയുമ്പോഴെങ്കിലും ഒന്ന് ശരിക്കും ലക്ഷ്മി അതാണ് സ്വന്തമായിട്ട് പുള്ളി ഇങ്ങനല്ല, നീ എന്നെ നോക്കി ഇങ്ങനെ കാളപ്പാട്ടിടാൻ പറഞ്ഞത് അനുവാണ് കേട്ടോ. നിങ്ങൾ എല്ലാരും ഒരു വലിയ കൈഡി കൊടുക്കൂ. ഒരു കാള അവളുടെ പാട്ടിടാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. താങ്കളുടെ റൈറ്റ് സൈഡിൽ നിൽക്കണ ആ പുള്ളിക്കാരി ബാബു ആന്റണിക്ക് പഠിക്കുകയാണോ? അല്ല, ഇത് ബീന ആന്റണിയാ. അല്ല അണ്ണൻ പറഞ്ഞ ശരിയാണ്. ബാബു ആന്റണി അതൊരു 7 അടി നീളമുള്ള കുഴിയിൽ ഇറങ്ങി നിൽക്കുന്ന ബാബു ആന്റണി. 5 അടി പൊക്കമുള്ള സ്റ്റൂളിൽ കയറി നിൽക്കണം ആ ബാബു ആന്റണി. ഇല്ല എന്ന് സ്റ്റൂളൊന്നും ഇല്ല, ഫ്ലാറ്റ്. ഇപ്പൊ അങ്ങനെയാ ഗെയിം ഒക്കെ കളിക്കാൻ ഒരു ഗ്രിപ്പ് ഒക്കെ വേണമെന്ന് കുട്ടിക്ക് മനസ്സിലായി. ഈ ടീമില് പച്ച പിടിച്ച ഒരു ആള് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം പച്ച പിടിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആ പച്ചപ്പായല്. ശരി പ്രൊഫസർ മലയാളം പ്രൊഫസർ. എന്താ കാല കെട്ടാൻ പോകണോ? വന്നേ എന്നല്ല, ഇങ്ങോട്ട് വരൂ. ആ മോഹൻലാലിന്റെ ഫിഗർ ചെയ്തേ. മോഹൻലാലിന്റെ ഫിഗർ ഞാൻ സൂചേട്ടനെ റാഗ് ചെയ്യണം, കാരണം ഞാൻ 4 വർഷം മുന്നേ ഇവിടെ വന്നതാ. ഞാനാണ് സീനിയർ, അപ്പൊ ഞാനാണ് റാഗ് ചെയ്യേണ്ടത്. ഈ ഫ്ലോറിലെടുത്ത് കാല് കുത്തി ആദ്യത്തെ വനിതയാണ് ഈ ഇതിന് 4 കൊല്ലം വേണ്ട. അത് ഞാനും ഉണ്ടായിരുന്നേ. സുധീറിന്റെ പേര് മാറ്റണ്ട, വാസ്കോഡ ഗാമ. കാല് കുത്തി പേരുണ്ടാക്കി ചരിത്രം സൃഷ്ടിച്ചു. അതെ, നമുക്ക് 2 പേരെയും കൂടെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യാം. എങ്ങനെ ഉണ്ടായിരിക്കും? എനിക്ക് മനസ്സിലായി. ഒന്ന് ഉടുപ്പിട്ട് നിൽക്കുന്ന ഞാൻ കൂളിംഗ് ഗ്ലാസും വെച്ച് ലാലേട്ടം ചെയ്യണം. ഇതല്ലേ കറങ്ങി തിരിഞ്ഞു വരുന്നത്. മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അത്. ഞാനൊരു ബ്ലൂ ഷർട്ട് ഇട്ട ആളെയും അതുപോലെ തന്നെ ഒരു ഗ്രേ ടീഷർട്ട് ഇട്ട ഒരു ആളെയും ആണ് വിളിക്കാൻ പോകുന്നത്. ബ്ലൂ
ഷർട്ട് ഇട്ട ആളോ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞാൻ അയ്യോ അപ്പൊ അവര് ഡ്രസ് മാറി ലാലേട്ടന്റെ നല്ല ഫിഗർ കാണാനുള്ള ഭാഗ്യമില്ല. അതിൽ ഞാൻ എന്ത് ചെയ്യാനാ? ശരി അവിടെ ക്യാപ്റ്റൻ പ്രഭാകര അവൻ ഏതാണ്ടൊക്കെ ഒപ്പിച്ചോണ്ട് വന്നു തുടങ്ങിയ ഒന്നുമില്ല അണ്ണാ. ചിലങ്കയ്ക്ക് നമ്മുടെ ലാലേട്ടൻ ഫിഗർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ എപ്പിസോഡ് ഒന്നും കൂടെ കളർഫുൾ ആക്കാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഷാജോൺ ചേട്ടൻ and സനൂഷ. യാത്രയിലും സിക്കാമലെ വളർത്തത് ചേട്ടാ ഞാൻ കൗണ്ടർ അടിച്ചു തുടങ്ങി. ആരുടെ ബെല്ലായിരുന്നു? ചേട്ടനെ പൊക്കി പറയുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ ആരുടെ പല്ലാണ് ഇറങ്ങിയെന്ന് ചോദിച്ചു. ചെയ്യല്ലേ പ്ലീസ്. ചേട്ടാ അപ്പൊ 2 പല്ലടിച്ചു പിടിക്കും. ഞാൻ കൊട്ടേഷൻ തരാം ദൃശ്യം സിനിമയിലെ പോലീസുകാരനാണ്. പറ്റുമോ? ഇപ്പൊ പറ്റുമോ? ഇവനെന്താ ചെയ്യേണ്ടത്? പല്ലെടുക്കണം ചേട്ടാ. ഒന്നും പറയണ്ട, ചങ്കത്തൊരു ചവിട്ട്. പല്ലെടുക്കണമെങ്കിൽ പറഞ്ഞ അവൻ തന്നെ എടുത്തെങ്കിൽ തരില്ലേ അത്? അപ്പുറത്തെ ടീം പോയി. അവിടെ മൈൻഡ് ചെയ്യണ്ട. കൊറേ നേരം കൊണ്ട് ഇങ്ങനെ അവനെ ഓർക്കുവായിരുന്നു. അവനെ അപ്പുറത്ത് പിടിച്ച് നിർത്തുമെന്ന്. എനിക്ക് അടുത്ത പ്രാവശ്യത്തെ എപ്പിസോഡിന് എന്നെ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും ഇടാൻ തരണം കേട്ടോ. എനിക്കും ഇത് തരണം. അപ്പൊ നീ ട്രൗസർ ഇടാൻ പോവാണോ? അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. ടീഷർട്ട് ഒക്കെ ഇടുമ്പോ ഭയങ്കര മസിൽസും കാര്യങ്ങളും നന്നായിട്ടൊന്നും ഇല്ല. അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഡയറക്ടർ ചോദിച്ചു ഒന്ന് കുറച്ചൊക്കെ ഒന്ന് റിവീൽ ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ? പുതിയൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫ്ലോറിലുള്ള 1-2-3 പേര് അതിനകത്തുണ്ട്. നമ്മുടെ അസീസ് അതിലുണ്ട് അല്ലേ, നമ്മുടെ ഷിയാസ്, നമ്മുടെ അഖിലുണ്ട്. ഞാൻ ബാക്കിയുടെ ചാൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ വരാനുണ്ട് അതില്. നമ്മുടെ ഈ ഫ്ലവേഴ്സുമായിട്ട് ഒരുപാട് ബന്ധമുള്ള സിനിമയാണ്. സിനു എന്നാണ് സംവിധായകന്റെ പേര്. അടിപൊളി. സിനിമയുടെ പേര് സത്യവാങ്മൂലം ആണ്. നമ്മുടെ TOP നമ്മുടെ ശ്രീനി ചേട്ടനാണ് ആക്ച്വലി ഈ ഒരു മൂവി ചെയ്യണേ അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വെരട്ടി മധുരാണ്. അപ്പൊ ആ ഒരു ഗുഡ് ന്യൂസ് ഇവിടെ വെച്ച് റിവീൽ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ചേട്ടന്റെ ക്യാരക്ടർ വെയിറ്റ് ലോസ് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലോസ് ഉണ്ട്. പിന്നെ കുറച്ച് കൈയൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് മസിൽ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ അത് വർക്കൗട്ട് ആയി. തവള വരുമോ? തവള വരത്തില്ല. തവള പിടിക്കില്ലേ? അവളെയല്ല ഓന്ത്. ഞാൻ നോക്കട്ടെ. തവള വരും. പയ്യെ പിടിക്കാം. വന്നില്ലേ? അസൽ ഗൂർക്ക. രാജേട്ടാ, ഈ പടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എന്താണ് ഈ പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പടത്തിലില്ല. ക്ഷമിക്കുക, എന്റെ ഡേറ്റ് തിരക്ക് വന്നു. ശ്രീനി ചേട്ടാ ക്ഷമിക്കുക, എനിക്ക് പറ്റില്ല. അന്ന് എനിക്ക് ഹിന്ദി സിനിമയുടെ ഷൂട്ടാണ്. ഓംപൂരി സാറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് അങ്ങനെ ഞാൻ ഹിന്ദി നാട്ടിലാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, എനിക്ക് സഹകരിക്കാൻ പറ്റില്ല. സത്യം റോംപൂരി വെച്ച അവളപ്പൊരി പൊരിക്കച്ചവടം നടത്താൻ വിളിച്ചേട്ടാ. അവരുടെ കൂടെ അഭിനയിക്കുകയാണ്. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് അറിയാമോ? എന്നെ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചപ്പോ എനിക്ക് അങ്ങനെ സഹകരിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ മാപ്പ് പറയുന്നു. എന്നെ ഒരുപാട് വിളിച്ചു. എനിക്ക് അതുകൊണ്ട് തങ്കുവിനെ ആരും വിളിക്കണ്ട കേട്ടോ. കാരണം അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഹാപ്പിയാണ്. തങ്കച്ചനില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മോഹൻലാൽ പുറകെ നിന്ന് പുഴുക്കേ. അതെ, ഈ ചെലങ്കേന് സൗണ്ട് കേൾക്കാനായിട്ട് അതിന് മുമ്പ് സനിക്കുട്ടി എടുത്തൊന്ന് സംസാരിച്ചില്ലേ? പറയണ്ട 2 വാക്ക്. സനിക്കുട്ടി നമ്മുടെ അടുത്തല്ല. സനിക്കുട്ടി പറയാനുള്ളതെല്ലാം തങ്കച്ചന്റെ അടുത്തേ പറയുള്ളൂ. നമ്മുടെ എന്തൊക്കെയാ സനു എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ്സ് ഒക്കെ വന്നതിന് ശേഷം എന്തൊക്കെയാ ഫ്രണ്ട്സ് ഒക്കെ? മൈക്ക് അങ്ങ് കൊടു, ഒന്നും പറയേയില്ല. എല്ലാവർക്കും അതായത് ഇനി എപ്പോഴാണ് അടുത്ത എപ്പിസോഡ് എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്തിട്ട് അവരുടെ കൂടെ എങ്ങനെയാണ്, അവര് ഓൺ ദ ഫ്ലോർ എങ്ങനെയാണ്, ടിവിയിൽ കാണുന്ന പോലെയാണോ? പക്ഷെ സുധിയേട്ടനെ പറഞ്ഞത് അങ്ങനെയല്ല. പിന്നെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ബിഗൂരി വെക്കും, പല്ലൂരി വെക്കും, ചെവിയൂരി വെക്കും, കാലൂരി വെക്കും.
കാലൊന്നുമില്ല സോറി എന്നിട്ട് പുഴു എന്നാടാ എന്തിനാണ് ഇതെല്ലാം മാറ്റി മാറ്റി വെക്കാൻ ശരി, തങ്കുവിനെ പറ്റി ചോദിച്ചപ്പോഴേ എന്താ തങ്കുവിനെ പറ്റി പറഞ്ഞ ആ ഒരു റിവ്യൂ? ചേട്ടനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാന്നുള്ളത് എല്ലാവർക്കും വാക്കുകൾ കിട്ടില്ല. അറിയാലോ. അതാണ് ഞങ്ങൾക്ക് അറിയില്ല അല്ലേ? നമുക്കറിയില്ല. നമുക്കറിയില്ല, നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ തന്നെ പറയണമല്ലോ. അതെ, അതെ. ഇതിപ്പം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്നെ ചെവിയില് പറഞ്ഞാൽ മതി, ഞാൻ ഉറക്കെ പറഞ്ഞോളാം. ഞാന് ഒരു കാര്യം പറയാം, നിങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സിൽ ഓരോ മോഹങ്ങൾ വളർന്നു വരെയാണ്. അവസാനം എന്നെ അതുപോലെ തന്നെ ഇതും തേക്കാനൊരു അവസ്ഥ ഉണ്ടാവരുത്. ശരി, അപ്പഴേ ഇവര് രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് ലാലേട്ടനെ ആള് മാറിപ്പോയി. അതെ, ചിലങ്ക ഇവിടെ കടന്ന് ലാലേട്ടനെ കാണാനുള്ള ത്രാണിയുണ്ട്. ലാലേട്ടൻ ചിലങ്ക ഇട്ടിട്ടാണ് കേട്ടോ വരണേ. ചിലങ്ക വളിച്ച്. അതായത് ഇവര് ഇതിന് മുമ്പത്തെ എപ്പിസോഡിലാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അന്ന് നമുക്ക് കഴിവുകൾ ഇങ്ങനെ ഊറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ മുടിയുടെ രഹസ്യം ഒന്ന് പറയോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്നുള്ള ആദ്യം ഇത് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ മതി. ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കും, എല്ലാരും ഒന്ന് കാണട്ടെ. കണ്ടിട്ട് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് താളിയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് നല്ല ഭംഗിയാക്കിയിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഊരി ആണി തൂക്കി വെക്കും അല്ലേ? അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? അവൻ സ്ഥിരം ചെയ്യണ പരിപാടിയാണ് പറഞ്ഞത്. ഫുള്ള് സെറ്റ് പല്ല് വരെ ആണി തൂക്കി വെക്കും. ക്യാമറ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു, ബൈക്ക് മേടിക്കാൻ. വേണു വലിയപ്പച്ച ഒന്നും ശ്രീലങ്ക ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പോ അന്ന് ഞാനില്ല, ഞാൻ ടി വിയിലിരുന്ന് കണ്ടതാട്ടോ. ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പോ ഇതുപോലെ ആങ്കർ പറഞ്ഞു ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അന്ന് ഇറങ്ങി ഓടിയ ഓട്ടാണ്. പിന്നെ ഇപ്പോഴാണ് 4 വർഷം കഴിഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങോട്ട് ആ ഓടിയ ഓട്ടത്തിൽ തല ചൂടായി മുടി നീണ്ടു. അല്ല, ഞാൻ ചോദിച്ചിട്ട് പേര് ചിലങ്ക പക്ഷെ ഡാൻസ് കളിക്കില്ല, അതെന്തൊന്നും അതെനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഡാൻസ് ഇല്ലേ? കുഴപ്പമില്ല. അല്ല, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. കാണിക്കാൻ പോണോ? ഒരാളും കൂടെ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡിൽ നിൽക്കുക. റാഗിങ്ങിന് അടുത്ത ന്യൂ കമർ വന്നോളൂ. പേരൊന്നും ഞാൻ വിളിക്കണില്ല. അയ്യോ, റിനീഷ് ആയിരുന്നോ? അയ്യോ, വെൽക്കം 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 കേട്ടോ. ഇതിൽ ആലുമുടം വരുമ്പോ ഇങ്ങനെ. ശരി, ഓക്കെ. അപ്പം ആദ്യം ഇതിൽ ആരാ തുടങ്ങണേ? നിങ്ങൾ തല്ലു പിടിക്കണ്ട, രണ്ടുപേർക്ക് അവസരം. സീനിയേഴ്സ് ഫസ്റ്റ് ടമർപ്പടാറിൽ വന്ന ആളല്ലേ? അതൊക്കെ വെറുതെ അല്ല, പക്ഷെ ഞങ്ങളത് ടി വിയിൽ കണ്ടിട്ടുണ്ടല്ലോ. ആര് തുടങ്ങിയാലും ലൗസിപ്പ് പഠിക്കാനെങ്കിലും തരണേ നമുക്ക്. ലൗസിപ്പ് എന്ന് ഇവൻ പറഞ്ഞു. എന്താണെന്നൊന്ന് ചോദിക്കാം. അല്ല, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ച് എനിക്കറിയില്ല, ഇങ്ങനെ കുടിച്ച് അങ്ങനെ കൊടുക്കുന്നതാണ് ജ്യൂസ് കുടിക്കുമ്പോ. അതെ അതെ, അതല്ല എനിക്ക് അതിനെപ്പറ്റി അവൻ പറഞ്ഞ അവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നില്ല. ഇല്ല, അനുവിന് ലൗസിപ്പ്. ഒരു സെക്കൻഡ് ഷാബി മൈക്കൊന്ന് ഹലോ പറഞ്ഞേ. ഉണ്ടാ മൈക്കുണ്ടാ? ഹലോ ഹലോ. അല്ലെങ്കിൽ നീ ഊമയെന്ന് വിചാരിക്കും എല്ലാരും. അനു, എന്താ ലൗസ്? നല്ല ഗ്യാപ്പും കിട്ടും. ഗോസിപ്പ് എന്താണെന്ന് അറിയാം. എന്താ ഗോസിപ്പ് എന്താ? ഗോസിപ്പ് എന്താ? ലൗസിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോസിപ്പ് കുറച്ച് മുന്നേ ഇവിടെ പറഞ്ഞില്ലായിരുന്നു. എന്ത്? അല്ല, പ്രണയമുള്ള ആൾക്കാര് മദ്യപിക്കാൻ നേരത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ നേരത്ത് ആ പ്രണയത്തിന്റെ നമ്മുടെ ഒരു സഹപാഠി ഉണ്ടാവുമല്ലോ കൂടെ. പ്രണയിക്കുന്ന ഒരു പാർട്ണർ, ആ പാർട്ണറിന് നമ്മളിപ്പോ ഞാനാണ് പ്രണയിക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഗ്ലാസ് കുടിക്കണേണ്, അത് കുടിച്ചിട്ട് പകുതി ആ പാർട്ണർ കൊടുക്കും. ആണ് ലൗസിപ്പ്. ഇവിടെ വന്ന ഉടനെ എനിക്ക് ഇങ്ങനെ ഭയങ്കര റാങ്കിങ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, ഒരു ഉറുമ്പ്. പറയൂ. ഉറുമ്പ് വരെ വന്നോളാം. എങ്ങനെ ചെരിഞ്ഞിട്ടാണോ? ഉറുമ്പ് വരെ അരിച്ചു തുടങ്ങി. ഒരു നല്ലൊരു അപ്ലാസ് ഗോസിപ്പിന്റെ കാര്യം പറഞ്ഞു. ലൗസിപ്പിന്റെ കാര്യം ലൗസിപ്പ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞ. ശരി, ഓക്കെ. ഞാൻ 2 എണ്ണത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞ ഇച്ചിരി ഞാൻ ശ്രീവിദ്യക്ക് കൊടുക്കാറുണ്ട്. അതാണ് ലൗസിപ്പ്. ഇന്നവരെ ചേട്ടാ ഇതിന്ന് ഒരു കാര്യം മനസ്സിലായോ? എല്ലാം കൂടെ എന്റെ തലയിൽ വരണ കാര്യം എന്താന്ന്? ഇല്ല, ഇതിൽ ഞങ്ങൾ സൂചിച്ചേണ്ട ഷെയർ ഒന്നും തരാറില്ല. ആകെ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് കിട്ടുള്ളൂ. അത് അവളടിച്ചിട്ട് അതിൽ അല്ല, എല്ലാ എണ്ണവും വെള്ളമടിക്കാരന്മാരെ വന്ന് മനസ്സിലായോ? പക്ഷെ മറ്റൊരു കാര്യത്തിനും ഇല്ലാത്ത ഒരു ആവേശം ഈ വിഷയത്തിൽ നീ കാണിച്ചില്ലേ? അതാണ് സ്തുതി. അല്ല, വേറെ കാര്യം വിളി എന്ത് പറഞ്ഞാലും മുദ്ര ചെയ്താ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിന്റെ കാര്യം പറ. അത് രാവിലെ വൈകുന്നേരത്തെ ഈ സാധനം ഇങ്ങനെ വരും. അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല ആക്ഷനും കറക്റ്റ് അല്ലേ? ഈ ടീം അല്ല എന്റെ. നീ കുറച്ചും പേരെ കാണിച്ചാ നീ ഇപ്പൊ അറിഞ്ഞോണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്, വിരല് മാറ്റിയത്. അല്ല, അത് ശരിക്കും ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും കൂടി റൗണ്ട് ചെയ്ത് വെള്ളം അടിക്കുന്ന സംഭവമുണ്ട്. വെള്ളമടി പലതുണ്ടല്ലോ. അവസാനത്തെ സംഭവിക്കും. ഇല്ല, ഞാൻ ടച്ചിങ്സ് തീർക്കാൻ വേണ്ടിക്കുമല്ല. അവസാനത്തെ സംഭവിക്കുമ്പോ എല്ലാവർക്കും വേണം. അപ്പൊ മുത്തി ഇങ്ങനെ കുടിക്കും 7 പേര്. അതും ലൗസിപ്പാണ്. അല്ല വിനീഷ്, അത് പോട്ടെ, ഏത് പമ്പ് വെച്ചാ ഇങ്ങനെ വെള്ളം അടിക്കുന്നത്? പമ്പല്ല, പിന്നെ
പറമ്പില്. ഇതൊന്നും നമുക്ക് അതെ, വേണ്ട. നമുക്ക് ലാലേട്ടനിലോട്ട് പോകുന്നതാണ്. കുട്ടികളായതാണ്. ബാറാ അല്ലേ? അതല്ല പൂച്ചേട്ടൻ ചോദിച്ച ഒറ്റ കേസേ ഉള്ളൂ. പൂച്ചേട്ടാ. ഈ ഒരു കാര്യം വരുമ്പോ എല്ലാം പൂച്ചേട്ടാ. എന്റെ തലയില് ഉദിച്ചേട്ടനെ കൊണ്ട് തോന്നി. ഒരു ഗ്ലാസ് മോര് തരൂ. അങ്ങനെ പിടിച്ചേട്ടാ. ശരി, നമുക്ക് ലാലേട്ടനിലേക്ക് നേരെ ലാലേട്ടനോട്ട് Okay. അതാണ് നല്ലത്. എനിക്ക് തല അപ്പൊ നീ കഴിച്ചിട്ടുണ്ടോ? അമ്മ, ആ ബെഡ് എടുത്തിട്ട് കൊടുക്കാം. ആ ബെഡ് റെഡി 1 2 3 സ്റ്റാർട്ട്. ഭാര്യ അലക്കൂ. നമ്പർ 2 മാടൻ ചുണ്ണാമ്പ്. ഡ്രാക്കുളായിരുന്നു ഒരിക്കലും യക്ഷി ചുണ്ണാമ്പ് വാക്കിയല്ല. സംഭവം അപ്പൊ ചെലങ്കി നമ്മള് വെൽക്കം ചെയ്യാണ് നമ്മുടെ ഷോയിലേക്ക്. നേരെ നമ്മൾ ഇനി ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവിടെ റെഡി ആയിട്ട് നിൽക്കട്ടെ. എന്നാ കുറച്ചു നേരം കുട്ടി ഒന്ന് വെയിറ്റ് ചെയ്യും. ആക്ച്വലി ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ച് കുളിച്ചിട്ട് കോളേജിൽ പോവാൻ സുഖിച്ചെടുത്ത് മുടി ഉണക്കിയതാണ് കണ്ടത്. അല്ല, സത്യമായിട്ട് ഞാൻ ചോദിക്കാം, എന്താ കാണിച്ചേ? ഒന്നുമില്ല, നിങ്ങളെല്ലാരും ഒന്ന് എന്തായാലും പരിചയപ്പെടാൻ നന്നായിട്ടുണ്ട്. വേണ്ടി ഒന്ന് വട്ടത്തിൽ കറങ്ങിയെന്നേ ഉള്ളൂ. പൂവൻകോഴി പെടക്കോഴിയുടെ ചുറ്റും കറങ്ങി ഇങ്ങനെ ഒരു കറക്കം കറങ്ങി. അത് കോഴിയൊക്കെ അല്ലേ അറിയൂ ചേട്ടാ. ഞാൻ അത് അടിമാലി വന്ന സമയം തൊട്ട് നിനക്കിട്ട് പടി തന്നോണ്ടിരിക്കുകയാണ് ചില. എടാ നിനക്ക് ഇത് കത്തി പറയാൻ സമയം കൊടുക്കും. അതാ പറഞ്ഞേ, ഞാൻ കോഴിയാന്ന്. ഈ എപ്പിസോഡിൽ ഒന്നുമില്ല. ഞാൻ കോഴിയാന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെ എന്താണ് പ്രശ്നം? റിനീഷ നീ മിണ്ടായിക്കട പറയാ, നീയും കോഴിയല്ലേ? ഓക്കെ, അപ്പൊ ഇതിലും റിനീഷയെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയാം കേട്ടോ. ലൈക്ക് സീതാ കല്യാണത്തിലെ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കുള്ള റിനീഷയെ പറ്റി ഒന്ന് പറയൂ. ശരിക്കുള്ള റെനീഷയുടെ പേര് റെനീഷ റഹ്മാൻ, അച്ഛൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ, അമ്മയുടെ പേര് നിരാവർ, ചേട്ടൻ്റെ പേര് അനീഷ് റഹ്മാൻ. ഇപ്പോൾ 3rd ഇയർ BBA പഠിക്കുന്നു. നാട് പാലക്കാട് ആലത്തൂര്. പിന്നെ ഇനി എന്താ ചോദിക്കണ്ടേ? ചോദിച്ചു, ഞാൻ പറയാം. കുട്ടി ഇങ്ങോട്ട് അതർ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? ഞാൻ എല്ലാം ചെയ്യും. ഷോർട്ട് പുട്ട്, ഓടും, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ എല്ലാം ഇവിടെ നമുക്ക് വേണ്ടിട്ട് എന്താ ചെയ്യാ? എന്താ ചെയ്യണ്ടേ പറഞ്ഞു. ഇത് നമുക്കുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇങ്ങനെയാകുമ്പോ നമ്മള് അമ്പരക്കുമല്ലോ. അല്ലല്ല, നമുക്ക് വേണ്ടി ഒരു പാട്ട് എടുത്തന്നാ മതി. പാട്ടോ വെച്ചല്ലേ? അതെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഒതുങ്ങുമല്ലോ. അല്ല, അങ്ങനെയല്ല. എപ്പിസോഡൊക്കെ ഏത് പാട്ടാ വേണ്ടേ? സർക്കസോ? പഠിപ്പിച്ചോ? പ്രമദവനം. ഏത് പാട്ടാ? അതെനിക്ക് അറിഞ്ഞൂടാ. അത് പറ്റില്ല. ഏത് പാട്ടാ വേണ്ടേന്ന് ചോദിച്ചു. അത് ട്രൈ ചെയ്യാം അല്ലേ? വേണ്ട വേണ്ട, ഞാൻ പാടാം. ഇല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രമോദവനം വേണം. അറിയണ്ടേ? പ്രമദവനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഈ എപ്പിസോഡ്. ഇല്ലെങ്കിൽ നീ കൊളത്തൂപ്പുഴ വനത്തിലാണ് ഈ പാട്ട് പാടിയില്ലെങ്കിൽ. അമ്മിങ് ഉൾപ്പെടെ തുടങ്ങട്ടെ. പ്രഥമമാണെന്നായി പോരുന്നു. വേണ്ട, പാവില്ലേ. എന്നാലും ആ ഒരു അല്ല, പാടാന്ന് പറഞ്ഞു ലക്ഷ്മി. ഇതാണ് ഒരു ആർട്ടിസ്റ്റിന്. ചേച്ചി അത് മനസ്സറിഞ്ഞ് എന്താ കണ്ടല്ലോ, ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. കുട്ടി അത് പാടാൻ റെഡിയായി. ചേച്ചി മനസ്സറിഞ്ഞ് വന്ന പഠിച്ചോനെ. പ്രമദവനം പെയ്തു ഹരിരാഗം അറിഞ്ഞൂടാ. നമുക്ക് പറ്റിയ ആള് തന്നെയാ. അല്ല ലക്ഷ്മി, വേറൊരാൾ പറഞ്ഞട്ടാ, നമ്മളാ ടീം പറഞ്ഞട്ടാ, എന്റെ കഞ്ഞിയിൽ പാട്ടയിടൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഓർത്തു. പക്ഷേ ടീമെ എപ്പോഴും ടീം അവിടെ പോയി നിൽക്കണം എന്തിനാ? അത് ഇത്രയും നല്ല രീതിയിൽ അഭി നോക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. എപ്പോഴും സുനിച്ചേട്ടൻ എന്തിനാ അവിടെ നിക്കണേ? ഞാൻ എന്റെ കാഫിയുടെ നിൽക്കണേ. ശരി, ഓക്കെ. ഇപ്പൊ കുട്ടിക്ക് അറിയാത്തൊരു പാട്ടായിരുന്നു. ഇനി കുട്ടിക്ക് അറിയുന്ന ഒരു പാട്ട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്നാ പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇക്ക കൂടിയേക്കണേ. അപ്പൊ നിങ്ങള് ലവ് സിപ്പ് ടീംസ് ആണോ?
സിപ്പ് ടീംസ് അല്ല, ഇത് വേറെ സിപ്പ് ടീം. ഫ്രണ്ട്ഷിപ്പ് ടീംസ് ആണ്. യെസ്. ഓക്കെ ഐസകദീസ പത്തുമ്മ കദീസുമ്മ കദീസുമ്മ മുന്തല്ലേ ദള്ളല്ലേ പന്തല പുളിഞ്ഞാടും പന്തല പുളിഞ്ഞാടും ആ കുത്തിരിക്കി 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 റബ്ബർ കട്ടമ്മേ കുടിച്ചാ കുടിക്കി ആരെങ്കിലും കുടിച്ചാ കുടിക്കി ഗ്ലൂക്കോസ് വെള്ളം പടച്ചോനാണ് എനിക്കറിയില്ല. ഇല്ല, ഒരു ബന്ധമില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ നടക്കണേ ഷിയാസിന്റെ ഫീമെയിൽ വേർഷൻ. ഇവിടെ എന്താ സംഭവിക്കണേ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ ഫ്ലോറിൽ ഇത്രയും വർഷമായിട്ട് ഷിയാസ് പാടുമ്പോ എന്റെ മാത്രമേ പുറം പൊളിച്ച് കാണിച്ചേ. അതെ, ഷിയാസിന്റെ ഫീമെയിൽ വെർഷൻ എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞു ചേട്ടാ? അത് വഴിയെ മനസ്സിലായി. പാട്ടുണ്ട്, വേറെ ഒരുപാട് പാട്ടുണ്ട്, കോടിക്കണക്കിന് പാട്ടുണ്ട്. ഈ പാട്ട് തന്നെ പാടണം അല്ലേ? അല്ല, എനിക്കതല്ല, ഒരു ഷിയാസ് പോയപ്പോ വേറൊരു ഷിയാസിയെ കൊണ്ടുവന്നിരിക്കുന്നു. അല്ല, ഒരു ഷിയാസ് പോയപ്പോ ഈ പാട്ടിന് ഒരു തെറ്റുമില്ല. ഇത് നല്ല പാട്ട്. സത്യം പറ, നിന്റെ വീട് പെരുമ്പാവൂരാണോ? പാടേണ്ട രീതി പറഞ്ഞു. അതെ, ഞാൻ പാടും. ഷിയാസ് ഇന്ന് വരാത്തത് നിന്നെ പറഞ്ഞിട്ടാണല്ലേ? സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ. ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഇങ്ങനെ രാമരാജക്കിനെ തകർക്കാൻ വേണ്ടി പ്രചോദനം കൊടുത്താൽ എനിക്ക് അവൻ ഉസ്ബെക്കിസ്ഥാൻ നാളെ ഇവിടെ സനു പേടിച്ചു. പേടിച്ചോ? എന്താ ഇവിടെ ഇപ്പൊ നടന്നത്? അല്ല ചേച്ചി, ഷിയാസൊക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അല്ല, ഷിയാസ് മാത്രം പാടുമ്പോൾ ഈ ഫ്ലോറിൽ ബാക്കി ഞങ്ങൾ എല്ലാവരും ഫാമിലി പാടും. ഷിയാസ് പാടിക്കഴിഞ്ഞാൽ അടിയാവും. നോക്കിയേ, ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് പാടിപ്പിച്ചല്ലേ? നിർബന്ധിക്കില്ല. അതാണ് എനിക്കും വേണ്ടത്. അല്ലേ, ഇവിടെ ഒരാള് കോറസ് ഇടാൻ എന്നെ നിർബന്ധിക്കരുത്. കുട്ടി ഒരു പാട്ട് പാടിയിട്ട് ഞങ്ങൾ നിർത്തി. ഇനി ചിലങ്കടൊരു പാട്ട്. ഇവരെല്ലാരും വേറെ 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 സ്ഥലത്ത് നിർത്ത്. ഞങ്ങളെ ബലം കാണിക്കും. ഒരാവശ്യമില്ലണ്ടേ. മറ്റേ പാട്ട് ചിലങ്ക കെട്ടി ഓടി ഓടി വാ വാ. അതല്ല, വേറെ പാട്ട്. ഒറ്റയ്ക്ക് അല്ല, അതല്ലേ എല്ലോ ഒരു 3 അക്ക ആണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രണ്ടക്കല്ലേ പറഞ്ഞേ? അതല്ലടാ, രണ്ടാക്കാന്നല്ല, രണ്ടാക്കാന്ന്. അല്ല, കുട്ടി പാടി തുടങ്ങിയതല്ലേ, ഒന്ന് പാടട്ടെ. നിങ്ങളൊരു അവസരം കൊടുക്കൂ. രണ്ടക്കാന്ന് പറയുമ്പോ സുധി ഒരു 50 എടുത്ത് ഇങ്ങനെ പാട് 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 പാട്. എല്ലാരും എന്നോട് ക്ഷമിക്കുക. ബാക്കി പറ. ഏല 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 ഏലമ്മ ഓല 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 ഓലമ്മ ആ ഓല മണ്ണിൽ പുരണ്ടാക്കി. ഓല 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 ഓലമ്മ ഏല 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 ഏലമ്മ എന്താ കാര്യമുണ്ടോ? ഇവിടത്തെ ദാസേട്ടനായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഇതിന്റെ മേളിൽ നിന്റെ ഒരുപാട് മേളിലാ. പിന്നോ കാഫി ഇതിനിടയ്ക്ക് ഒരു സൂപ്പർ ഡയലോഗ് അടിച്ചു. എല്ലാരും ഡയലോഗിനകത്ത് മുങ്ങിപ്പോയി. എന്തുവായിരുന്നടാ അത് പാടിയപ്പോഴല്ലേ ഓലയുടെ കാര്യം നീ പറഞ്ഞു? ഓല ഞാൻ പറഞ്ഞു, ആ ഓല കൊണ്ടൊരു വീടുണ്ടാക്കി. ഓല ഓല ഷാഫിക്ക, ഇതിനേക്കാളും ആ പാട്ടാണ് നല്ലത്. ചെയ്യരുത് എന്നോട്. ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നതാണ് നിങ്ങളെ. ചെയ്യരുത്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളൊക്കെ ഉണ്ട് അല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്താ ഞങ്ങള് പണ്ട് ഗൾഫിൽ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് സ്റ്റേജിൽ. ഒരു പക്ഷെ നീന്തം പഠിപ്പിച്ച ഞാനായിരിക്കും അല്ലേ? നീന്താനോ? അന്ന് ഇത്രേ ഉള്ളൂ. എത്ര വയസ്സുള്ള അത് കറക്റ്റാണ്. പരിപാടി പൊളിയുമ്പോ കമ്മിറ്റി കാണാതിരിക്കാം. അതൊന്നല്ല. ആ പരിപാടി നീ സുധീയുടെ അടുത്ത് നിന്നിപ്പം സ്മെല്ലടിച്ച് കോമഡി ഒക്കെ പറഞ്ഞേ. ഇതിനെ കൊണ്ട് ഫ്ലവേഴ്സ് ടിവിക്ക് ആദ്യമായിട്ടൊരു ഗുണമുണ്ടായി. ആദ്യമായിട്ട്. എത്ര വയസ്സുള്ളപ്പോഴാ ആ ഷൂന് നിങ്ങൾ പോയേ? ഞാൻ 4th സ്റ്റാൻഡേർഡ് മുതല് ഗൾഫിൽ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആയിരുന്നു നമ്മുടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, മിമിക്രി ഉണ്ടായിരുന്നു. അതൊക്കെ അന്തകാലം. ആ സമയത്ത് ഞങ്ങള് കൊറേ സ്റ്റേജില് ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നീന്താറില്ല, എനിക്ക് വെള്ളം ഇഷ്ടമല്ല. കുളിക്കാറേ ഇല്ലേ? കുളിക്കാറില്ല.
എന്തിനാ ഉപ്പ് കുളിക്കണേ? വെള്ളം സേവ് ചെയ്യണം. ആ സമയത്തൊന്നും വെള്ളത്തിന് അധികം പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മളിങ്ങനെ തുടങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കാറ്. ഓ ഇപ്പഴേ ഈ ജനറേഷൻ ഇപ്പഴേ തുടങ്ങി. നിങ്ങൾ എന്താ ഗ്യാപ്പ് ഇട്ടിക്കണേ? അവള് കുളിക്കില്ല അന്ന്. പിന്നെ അല്ല അതിന് നീ എന്തിനാ മാറി നിൽക്കണേ? ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷാജുൻ ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ സനുവും ഇന്നും നമ്മുടെ കൂടെയുണ്ട്. സോ വൺസ് അഗൈൻ ലെറ്റ്സ് വെൽക്കം ഇത് സ്റ്റാർ മാജിക്. ഈ പൊന്നോണം പോക്കറ്റിലാക്കാനായിട്ട് വേറൊരു റേഞ്ച് ഓഫറുമായിട്ട് മൈജി എത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത ഗാഡ്ജറ്റുകൾ വൻ വിലക്കുറവിലാണ് മൈജിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല, അത് കൂടാതെ 101 പവൻ സ്വർണം നിങ്ങൾക്ക് ലഭിക്കും. അത് മാത്രമല്ല, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള 75 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരുപാട് സമ്മാനങ്ങളാണ്, ഓണ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി മൈജി ഒരുക്കിയിട്ടുള്ളത്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഒരു ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ഓണം ആഘോഷിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഓണം കഴിഞ്ഞാലും അതിന് മുമ്പാണെങ്കിലും ചില വീടുകളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയ്ക്ക് നമ്മൾ വിദ്യാമണ്ണം എന്നൊക്കെ പറയും അല്ലേ? വിദ്യാമണ്ണം കേട്ടിട്ടില്ലേ? വിദ്യാമണ്ണം അതായത് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ചിട്ടയ്ക്ക്, ആ ഒരു ട്രഡീഷനൊക്കെ പാലിച്ചുകൊണ്ട് കായ വരക്കുക, ശർക്കര വരട്ടി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആരുടെയൊക്കെ വീട്ടിൽ അത് ഫോളോ ചെയ്യാറുണ്ട്? അത്തപ്പൂക്കളം കറക്റ്റ് ആയിട്ട് 10 ദിവസം എന്റെ ഇടാറുണ്ട്. ഓക്കെ, അടവെക്കാന ലോറി പുറകോട്ട് വരുമ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡാണ് അവലോസ് ഉണ്ടാവും. ഉണ്ടോരിട്ട് തിന്നാനും പറ്റൂല. ദിനീഷ, പാലക്കാട് അല്ലേ? അവിടെയൊക്കെ കസ്റ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരിക്കലും കസ്റ്റംസ് എല്ലാം തിരുവനന്തപുരം എയർപോർട്ടിലാണ്, അല്ലാതെ ഒരിക്കലും സത്യയിൽ കസ്റ്റംസ്. സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോവാൻ പോണ പേരാണ് എന്നാ പറ. പിന്നെ പറഞ്ഞു ചേച്ചി, പാലക്കാട്ട് ഒരു ഓണം എന്ന് പറയുമ്പോ എങ്ങനെയാണ് അവിടുത്തെ കസ്റ്റമർ, അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളും ചെയ്യാറുണ്ട്. നമ്മള് മുസ്ലിം ഫാമിലി ആണെങ്കിൽ പോലും ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കി പപ്പടം വറുക്കും. പപ്പടം വറുക്കും അവിടെയൊക്കെ. ഞങ്ങളവിടെ പപ്പടം ബുൾസൽ ശർക്കര വരട്ടി, പിന്നെ അതുപോലെ വറ്റലെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് ഞാൻ പറഞ്ഞതാ പപ്പടം വറുക്കും. ബാക്കി പിന്നെ ഓണത്തിന് മുന്നേ നമ്മള് വാഴയില വെട്ടി വെക്കും. അത് വേണം. ചിലപ്പോ ഓണം ആ സമയമാകുമ്പോ വാഴ വെട്ടാൻ പോകുമ്പോഴേ, അല്ല സോറി, വാഴയില വെട്ടാൻ പോകുമ്പോ കാണത്തില്ല, ആരെങ്കിലും കൊണ്ടുപോകും. കപ്പ ഒഴുകി തിന്നാൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചില്ലേ? ഒരു തരത്തിലൊന്ന് പൊങ്ങി വരാൻ ശ്രമിക്കുമ്പോ എന്നെ താത്തുവാണല്ലോ. അസീസ് സ്ഥിരമായിട്ട് ഈ കസേര ഇരിക്കാൻ നേരത്ത് നമുക്കിത് പൊക്കും താക്കും ചെയ്യാവുന്നല്ലേ? ഒരു ഡയലോഗ് അടിക്കും. ഇത് ഒരാഴ്ചയായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതാ. പക്ഷെ കോമഡി അല്ല. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല, അല്ലേ? അഹങ്കാരം കാണിച്ചാൽ നമ്മൾ ഏത് സമയത്തായിരുന്നാലും നമ്മൾ താഴെ വരും. സത്യം സത്യം സത്യം. വളരെ ഈ ടയറിനകത്ത് കയറ്റിട്ട് ഉരുട്ടിയൊക്കെ വിടും. പറഞ്ഞതിൽ വാസ്തവില്ലേ? നമ്മുടെ പറഞ്ഞതിൽ വാസ്തവമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. 2 പെമ്പിള്ളേരെ തന്തയാണ് ഈ ഇരിക്കുന്ന 52 വയസ്സുള്ള കാണിച്ച കോമഡിയാണ്. ഒരു മാസമായി എന്താ അസീസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഞാൻ ആദ്യമായിട്ടൊക്കെ നീ ആദ്യം യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. ഞങ്ങളുടെ വീട്ടില് ഓണം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വരും. ഓണം കഴിഞ്ഞ പിറ്റേ ദിവസം ആ ഓണത്തിന് കുറച്ച് സാധനങ്ങൾ ബാക്കി വരും. മെയിനായിട്ട് സാമ്പാറും അച്ചാറാണ് ബാക്കി വരുന്നത്. ബാക്കിയെല്ലാം അടിച്ചു തീർക്കും ഞങ്ങള്. ആ സാമ്പാറും അച്ചാറും പിറ്റേ ദിവസം ഒരു ഭയങ്കര വേലിയുള്ള സംഭവമാണ്. വേലി എന്ന് പറയുന്നത് വിലയുള്ളതാണ്. കുറച്ച് പിറ്റേ ദിവസം തണുത്ത ചോറുണ്ടാവും. അപ്പൊ ആ സാമ്പാർ ചെറിയ വളിപ്പുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ആ സാമ്പാറും ഇത്തിരി അച്ചാറുകൾ കൂട്ടിയിട്ട് സാമ്പാറും ആ തണുത്ത ചോറും കൂടി എടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ കഴിക്കലുണ്ട്. ഓണത്തിന് കഴിഞ്ഞുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ, ഞങ്ങളിങ്ങനെ കറക്കും. ഉച്ചക്കൂടെ കറക്കിട്ട് ഗ്രൈൻഡറിട്ട് അടിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത്. ടീം ഭയങ്കര ബുദ്ധിമാനാണ്. കാരണം അവന് കുറച്ച് ഡയലോഗ് ഉള്ളൂന്ന് അവൻ അറിയാം. കാരണം പറയില്ല. അതുകൊണ്ട് അവൻ ഒരു സാധനം 3 പ്രാവശ്യം സീരിയൽ പോലെ വലിച്ചിട്ട് ഞങ്ങളെ വീട്ടിലെ ഇത് 3 ഞങ്ങളെ വീട്ടിലെ കട്ടി. നിങ്ങളൊക്കെ ഒന്ന് അവസരം തന്നാലേ പറയാൻ പറ്റുള്ളൂ. സ്റ്റാർ മാജിക്കിൽ അപ്പൊ ഇത്തവണ ശർക്കര വരട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ വീട്ടിലെ കായ വറുത്തത് ഉണ്ടാക്കിയ എല്ലാവർക്കും ഒരു വലിയ ഹൈ. ഏതായാലും നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ബനാന കൊല. അതൊരു കാര്യം മറ്റേ ഇത് തിരിച്ചിട്ടാര്
കൊനാന ബലാന്ന് അപ്പോ ഈ ബനാന കൊല എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് എന്റെ ഈ ഗെയിം നെയിമിനെ പറ്റി ചിലങ്ക ഒരു എന്തെങ്കിലും ഒരു വിശേഷണം പറയണം. ഇത് വളരെ നല്ലൊരു പേരാണ്. ആഹാ, ഓക്കെ. പിന്നെ ഇത് ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് മനസ്സിലായി. ആഹാ, ഓക്കെ. പിന്നെ എന്നെ പാട്ട് പാടിപ്പിച്ചതുപോലെ അങ്ങനെ കൊലയ്ക്ക് കൊടുത്തതുപോലെ നമ്മൾ ജയിച്ചിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങളല്ല. എവിടെയെങ്കിലും ഇല്ല, അതിനകത്ത് നമ്മൾ വല്ല ചിരിക്കുക കൈയടിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ അത്ര സന്തോഷമാവൂലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല അത് പിന്നെ സൂചിച്ചേട്ടന്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്, എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഞാനാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പോൾ ഈ ബനാന കൊല എന്നുള്ള ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കാം. ഒരു ടീമിൽ നിന്ന് ഒരാൾ ഫസ്റ്റ് വരുന്നു, അവർക്ക് അവിടെ ഒരു ജേഴ്സി ഉണ്ടായിരിക്കും. ആ ജേഴ്സി ഇട്ടതിന് ശേഷം ആദ്യം ഈ ടയറിന്റെ ഉള്ളിൽ കൂടെ കയറി പിന്നെ ഈ ടയറിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരികയാണ്. ഒരു ബനാന അവർക്ക് ഒരു പഴം അവർക്ക് അതിൽ നിന്ന് ഉരിഞ്ഞെടുക്കാം. അതിനുശേഷം അവരത് അവിടെ നിന്ന് കഴിക്കുക. അതിനുശേഷം ആ ഒരു തൊലി അത് ആ ബാസ്ക്കറ്റിനുള്ളിലേക്ക് ആ ഒരു ബൗളിന്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. തിരിച്ച് ഇതിൽ കൂടെ തന്നെ പോവാ. ഓക്കെ. അതിപ്പോ ഒരു പെൺകുട്ടിയാണ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പക്ഷേ പെൺകുട്ടിക്ക് എത്തിയെന്ന് വരില്ല. അപ്പൊ വേറൊരു പെൺകുട്ടിക്ക്, നോട്ട് ദ പോയിന്റ്, വേറൊരു പെൺകുട്ടിക്ക് എടുത്ത് ലക്ഷ്മി ഈ ഗെയിം ഇവിടെ എങ്ങനെയാണ് അല്ലേ? ഒരു ആങ്കറിന് പറയാൻ പറ്റിയൊരു ഭാഷ അല്ല അത്. അത് ഉരിഞ്ഞെടുക്കുക എന്നല്ല, അങ്ങനെ പറയരുത്. പുഴുതെടുക്കുക അങ്ങനെ പറയാം. അല്ലാതെ പുഴുതോ പുഴുതെടുക്കുക അല്ലെങ്കിൽ പുഴുതല്ല. നിങ്ങൾ എന്താ പറയുന്നത്? യൂട്യൂബിൽ നിന്ന് കമന്റ് ഇടണേ. ഞാനിപ്പോ ഉരിഞ്ഞെടുക്കാന്ന് പറഞ്ഞു, അത് എന്റെ തെറ്റ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറയാം. അതായത് തിരിച്ചു പോയിട്ട് അടുത്ത ആൾ അവിടെ റെഡി ആയിട്ട് നിൽക്കണം. ഈ ജേഴ്സി അവരെ ഹാൻഡ് ഓവർ ചെയ്യണം. എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് വരാനായിട്ട്. സ്റ്റാർട്ട് ചെയ്യാം. നീ പുഴുതെടുത്തോണം, ഞങ്ങൾ പിഴുതെടുത്തോളാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അടിമാലി വയറ് കുരുങ്ങി ഇതിനകത്ത് ഇരിക്കുവോ? ഇരിക്കുകയാണെങ്കിൽ അവിടെ ഗെയിം നിർത്തും. ഇല്ലടാ, എന്റെ വയറ് വരാം. കഴിച്ചിട്ട് വേണം പോവാൻ. പതുക്കെ 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 കഴിച്ചു കഴിഞ്ഞിട്ട് സമയം എടുത്താൽ മതി. കളിച്ചാൽ പ്ലീസ്. കഴിച്ചിട്ട് ചുമ്മാ വേണ്ടിവരില്ല. ഷാഫി അവിടെ നിന്ന് ഫുള്ള് കഴിക്കും. കഴിഞ്ഞു. അപ്പൊ വിഴുങ്ങി ഒരു എന്തിനാണ് പരിപാടി മാറ്റി അവനെ തിരിച്ചു വിളിച്ചത്? സമയം കളയാൻ വേണ്ടി പ്ലീസ്. ഷട്ട് അത് ബനിയനാണ്. ആ ഒരു പഴത്തിന്റെ കണക്കുകൾ കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും കഴിഞ്ഞിട്ട് ഒരാള് ഇതെന്തത്? Only one. No. എല്ലാരും കൂടെ പറ്റില്ല കേട്ടോ. അവിടെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിട്ടില്ല. എല്ലാരും കൂടെ പോകരുത്.
എടുക്കാമോ? എക്സ്ക്യൂസ് മീ, ഇനി നിങ്ങൾ ചാടിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. താഴെ നിന്ന് എടുക്കരുത്, മോളിൽ നിന്ന് തന്നെ എടുക്കണം. ഓക്കെ? വെരി ഗുഡ്. അനു അത് മാറ്റൂ, വഴുക്കും വഴുക്കും. തൊലി.
സൂപ്പർ ഗെയിം ആയിരുന്നു കേട്ടോ. എന്ത് രസമായിട്ട് എല്ലാവരും കളിച്ചെന്നറിയാം. അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഡിന്നർ ആർക്കും വേണ്ടല്ലോ അല്ലെ? എല്ലാവരും ആർക്കും വേണ്ട. എല്ലാരും ഫുൾ ടീ ഫുള്ളാ. എന്താ കഴിച്ച? പഴം. ഇവിടെ എത്തിയപ്പോ പിള്ളേര് തുപ്പിക്കണ ഞാൻ കണ്ടു. ബ്രില്യന്റ് ആയിട്ട് കളിച്ചു. 2 ടീമെന്ന് ഞാൻ പറയില്ല, ബ്രില്യൻസി കൂടുതൽ ഇവിടെയായിരുന്നു. നിങ്ങള് അതായത് കുറച്ച് കളിക്കണായിരുന്നു. നിങ്ങൾ ഫുൾ അതായത് കൊല അടക്കോടെ നിങ്ങൾ ഇങ്ങനെ ഉരിഞ്ഞെടുത്തിരുന്നേ. ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിക്കി ആയിട്ട് കളിച്ചു. കുഞ്ഞിപ്പഴം നോക്കിയിട്ടായിരുന്നു നിങ്ങൾ കൂടുതൽ എടുത്തിരുന്നത്. ടൈറ്റ് ആവൂല അല്ലെ? ഓക്കെ, അവര് കുഞ്ഞിപ്പഴം എടുക്കാൻ വേണ്ടി ആദ്യത്തെ വലിയ പഴത്തിന് തന്നെ തറയിട്ടു. ശരി, അപ്പൊ ബനാന കൊല എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ട് ടീം എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഓൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് അസീസ് ഖാൻ ടീം. 11 പോയിന്റ്സ് ആണ്. 11 പഴമാണ് ഇവർ കഴിച്ചിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് 11 പോയിന്റ്സ് ഇവർക്ക് കിട്ടി. നിങ്ങൾ തൊട്ട് പിന്നാലെ ഉണ്ട് ചെറിയൊരു ബുദ്ധി കുറവ്. 9 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടി. ആ ഒരുക്കുന്നതില് നിങ്ങളുടെ പിള്ളേര് ഫുഡ് കൊടുത്ത് വളർത്തി ഞങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണത്തോട് ആക്രാന്തൊന്നുമില്ല. അപ്പം 9 പോയിന്റ്സ് ഇവിടെയും 11 പോയിന്റ്സ് ഇവിടെയാണ്. ആ ഒരുക്കുന്നതിൽ കുറച്ച് നിങ്ങൾ ട്രിക്കി ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്കും കയറി വരാൻ പറ്റിയാണ്. ബ്രില്യന്റ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇംഗ്ലീഷ് ഇങ്ങനെ മണിയായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ ഇതാ നിങ്ങൾക്കായി കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ്. അതായത് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കെൻമി എന്ന് പറയുന്നത്. അതായത് കെൻമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് ഭാഗത്തിരുന്നിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സാപ്പിലൂടെ പഠിക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടായിരിക്കും. ഈ ട്യൂട്ടർ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 11 മണി വരെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനും എന്തിനും ഈ ഒരു ട്യൂട്ടർ ഉണ്ടായിരിക്കും കേട്ടോ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരാനായിട്ട്. ശരിക്കും 60 ദിവസമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 6 മന്ത്സ് വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ ഫീസും കാര്യങ്ങളൊന്നുമില്ല. സോ വെറും 3500 rupees ആണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ പഠിക്കാനായിട്ട് അവർ ഓഫർ ചെയ്യുന്നത്. സോ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ കെൻമി. അപ്പം ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് നമ്മളിതാ ചാട്ടടിയിലേക്ക് പോവാണ്. ഷാദൻ ചേട്ടാ, സനൂഷ റെഡിയാണോ? ഓക്കെ, സനൂഷ റെഡിയാണോ? ഓക്കെ, ഭയങ്കര സന്തോഷം. ഞങ്ങൾ തല്ലുകൊള്ളാൻ നോക്കുമ്പോ അല്ലേ? ഓക്കെ, നമ്മളിതാ ഇനി ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ പോവാ. ചാട്ടടി ഇന്ന് കിട്ടാൻ പോകുന്നത് മറ്റാർക്കും അല്ല, നമ്മുടെ സ്വന്തം ബിനുചേട്ടനും ടീം മെമ്പേഴ്സിനും. ലീഡറിന്റെ പേര് പറ. ബിനു, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനും അസീസൊക്കെ പറഞ്ഞ ഒരു കാര്യം ബോധ്യമായോ? ഞങ്ങൾ ഈ സൈഡിലാണ് ഇരിക്കണേ. ഞങ്ങൾ ജയിച്ചോണ്ട് അപ്പൊ ഇനി ഓരോ സമയം ഓരോ ഗെയിം കളിക്കുമ്പോൾ അടുത്തടുത്ത സൈഡ് മാറും. ശരി, ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. ചാട്ടവറടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ഗോസ് ടു ടീമല്ല അസീസ് ഖാൻ. ഇത് എന്റെ വിജയമല്ല, പിന്നെ എന്റെ പിള്ളേരുടെ വിജയമാണ്. അടിമാലി, ഇതാണ് അടി. നിങ്ങൾ അടിക്കണ നല്ല അടി, ഞങ്ങൾ അടിക്കണ. ഇത് എന്റെ തോൽവിയല്ല, ഞങ്ങളുടെ ടീമിന്റെ തോൽവിയാണ്. ശരി, അസീസ് ഖാൻ വരൂ.
അവര് ഡിസേർവിംഗ് ആണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത്. കാരണം അസീസ്കയുടെ ഒരു പ്ലേ ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഭയങ്കര സ്പിരിറ്റ് ആണ്. അസീസ്കയുടെ ടീമിലുള്ളവർക്കും കൂടെ ആ ഒരു സ്പിരിറ്റ് ഇങ്ങനെ തുല്യമായിട്ട് നമ്മളെ ഇങ്ങനെ കളിയാക്കരുത്. ഞങ്ങള് മനോഹരമായിട്ട് കളിച്ചില്ല. ആദ്യം പറഞ്ഞ പേ എന്ന്, ഇപ്പൊ പറഞ്ഞ ഞങ്ങളെല്ലാം സ്പിരിറ്റ് ആണ്. പിന്നെ കോമ്പറ്റീഷൻ ഇവിടെ അവിടെ 2 ടീമാണ്. അവരുടെ സ്വന്തം ടീമും പിന്നെ അല്ല ഒരു ടീം. വെറും 2 പഴം. അല്ല, ഇത്തരത്തിലുള്ള കോമഡി ഞങ്ങളൊന്നും പറയില്ല. കാരണം എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ജയിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളൊന്നും പറയില്ല. കാരണം പറയേണ്ടത് കൊടുത്തിട്ട് പോവാ പ്ലീസ്. ആദ്യം അപ്പച്ചൻ അടിക്കുന്നതല്ലേ നല്ലത്. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. മക്കളെ മക്കളെ എന്നിട്ട് പോരെ. ഓണത്തിന് 2 ആഴ്ചക്ക് മുമ്പ് ഇല വെട്ടും. ഒന്ന് അപ്പേരി ഉപ്പേരി 4 മണിക്ക് ചായ പിന്നെ പാട്ട ഇങ്ങോട്ട് വാ മക്കളെ. നിൽക്കൂ മക്കളെ. അല്ല മിസ്റ്റർ ജപ്പാൻ കൂർക്ക, പക്ഷേ എപ്പോഴെപ്പോഴും പറയണാണെങ്കിലും കൊള്ളാല്ലേ. അനുവിന് എന്തോ പറയാനോ എന്താ പറയാ, എന്തെങ്കിലും പറയാൻ മറന്നുപോയി. ആദ്യം ഞാനൊരു ഹാപ്പി ഓണം പറയണം കേട്ടാ. ഹാപ്പി ഓണം പറയാനുണ്ടോ? പറയൂ. 1 2 3 ഗോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം അടി അതുക്കപ്പുറം പേച്ച്. കറക്റ്റ് ആദ്യം അടി അതുക്കപ്പുറം പേച്ച്. ഇല്ല കൊണ്ടില്ല ഉണ്ടെങ്കിൽ നിന്നെ ഇന്ന് നിങ്ങള് പോട്ടി ഉണ്ടാക്കുക. പിടിച്ചോ ഞങ്ങളെ പക്കി പിടിച്ച് തള്ളലടാ. ഞാനാ അമ്മേ മറ്റേ ഗെയിം കളിച്ചപ്പോ ഉണ്ടല്ലോ ചേച്ചി, ഈ ടീം ഒന്നാമതെ കള്ളക്കളി അടിച്ച് പകുതി ഓടിച്ചിട്ട് ബാക്കി അണ്ണാക്കിൽ തിരികിയിട്ട് ബാക്കി കൈ പിടിച്ചോണ്ട് ഓടും. അതിനാണ് ഞാൻ ഈ അടി കൊടുക്കുന്നത്. സാധാരണ പഴം പോക്കറ്റിട്ടാണ് കഴിക്കണത്. പഴം കാണിച്ച് പോക്കറ്റിട്ടുണ്ടോ അത് കഴിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിക്ക്? പറയാനുണ്ട്. അറിവിന്റെ നിറകുടമേ, ആ ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നത് ധ്യാനിച്ചോണ്ട് ഈ അടി കൊണ്ടുപോകുക. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? പറഞ്ഞോ. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? പറഞ്ഞോ, നീ പറഞ്ഞത് ചെയ്യാം. ഒരു ആർട്ടിസ്റ്റിന്റെ സൗണ്ട് എടുക്കും. ഞാൻ ആർട്ടിസ്റ്റ് സൗണ്ട് ഏതാന്ന് പറയൂല, നിങ്ങൾ ഗസ് ചെയ്യണോ എന്താ. മൈക്ക് എടുത്തറിയുന്നേ. ഞാൻ ഈ ബട്ടൺസ് ഒന്ന് അയച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. നീ എന്താണ് എന്റെ പരിപാടി? എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ വെങ്ങില് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയുമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത ഫെബ്രുവരി 31-ാം തീയതി നിന്നെ ഞാൻ തുരത്തും. ഇത് സത്യം അമ്മയാണ് സത്യം. ഇത് റേഡിയോയിലെ രാമേന്ദ്രന്റെ പ്രാദേശിക വാർത്ത ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ബാലചന്ദ്രൻ സാറിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും. ബാലചന്ദ്രമേനോൻ സാറിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ എല്ലാരും കരുതിയിട്ടുണ്ടാവും. അത് എന്റെ കൂടെ പണിക്ക് വന്ന ജോയ് ചേട്ടന്റെ സൗണ്ടാണ്. ഇതിപ്പോ ഉണ്ടല്ലോ 1 2 3 ഗോ. ഇപ്പൊ പോകാറില്ലെന്നേ. മാത്രല്ല വല്ല അടിയങ്ങാനെങ്കിട്ട് എന്റെ പിന്നെ എന്റെ കഥായി. ആരുടെ ശബ്ദം അറിയാമോ? മറ്റേ ജോയ് ചേട്ടന്റെ ചേട്ടന്റെ ശബ്ദം. കോമഡി അടിക്കാനൊരു അവസരം കൊടുത്ത ഏകാംഗ നടവും. അയ്യോ എന്നാലും പോകൂല. അല്ല, പുതിയ കുട്ടി ആരാ അടിക്കണേ? അത് ഞാനാ. ഞാനിത് വേണോ? ഇപ്പഴല്ല, അത് ഞാൻ ലാസ്റ്റ്. ശരി. അല്ല അസീസ്ക വേണ്ട. അല്ല അറിയാലോ, വരുന്ന കോംബോ നടയാടി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക് ശ്രീവിദ്യ വേഗം അടിച്ചിട്ട് വരും. കോംബോ അനു റിനീഷ് പേടിപ്പിക്കല്ലേട്ടാ മറ്റേ അസിസ്റ്റന്റ് അടി. പേടിക്കണ്ട, ചെറിയൊരു രാജബമ്പാല കൊത്തണം. അയ്യോ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഒരു കാറ് കത്തിയാ എനിക്ക് പോന്ന. നല്ല പഞ്ചിലോ ഡയലോഗ്. പഞ്ചിലാ? എനിക്ക് പഞ്ചിന്റെ സുരേഷ് ഗോപിനെ അറിയാട്ടാ. സുരേഷ് ഗോപി മഞ്ചിലെപ്പോഴും സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഡയലോഗ് അടിച്ചോട്ടെ. എന്റെ വലിയ ആഗ്രഹം മിനിച്ചേട്ടൻ സുരേഷ് ഗോപി പ്രാവശ്യം അടിക്കാവുള്ളൂ. ഡയലോഗ് അടിച്ചിട്ട് പിന്നെ അടിക്കാൻ നോക്കരുത്. ഓക്കെ. കൂട്ടത്തിലൊരുവൻ ചങ്ക് ചൊരിച്ച് ചോര ചങ്ക് ചോദിച്ചോ? പക്ഷേ എനിക്ക് പറ, ചങ്കും ചൊരിച്ചോ? അതിനാ മനസ്സിലായി. കൂട്ടത്തിലൊരുവൻ ചങ്ക് പൊട്ടി ചോര ഒളിപ്പിച്ച് കിടന്നാലും തനിക്കൊന്നും നോവില്ല. പക്ഷെ ഈ ബീഫ് മോന്റെ ശരീരത്തിൽ തൊട്ടാ തനിക്ക് നോവില്ല. അയ്യോ അയ്യോ അയ്യോ, ബീഫ് മോൻ, നിന്നെ നീ ബീഫ് കഴിക്കുന്ന ആളല്ലേ? അസീസ അത് മനസ്സിലായില്ലേ? അസീസ, ബീഫ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ദാമ്പത്യ ജീവിതം തകർന്നടി. മക്കളെ ഇനി കൊണ്ടുപോവാ. ഈ ഉപ്പുവാള ഇത് ആരാണ്? ഈ ഉപ്പുവാള ഒരാള് ചെല്ലു മക്കളെ ചെല്ലു. അല്ല എനിക്കിത് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഇങ്ങനെയല്ലേ പരിചയം, എനിക്ക് കിട്ടിയും ശീലം. അപ്പൊ ഒരെണ്ണം ആദ്യം തരട്ടെ. അപ്പൊ ആരാ? അബിയെ വിളിക്കാം. അബിയെ നാദർശന വേണോ? വേണ്ട. ഇത് അതെ, ഈ ചാട്ടയെ ചാർലിയുടെ മോളാണ് കേട്ടോ അബി. ചാട്ടയെ പരിചയമുണ്ടോ? ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ. അപ്പൊ അതിന്റെ പരിചയപ്പെടാ, അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച്. ആദ്യം നമ്മളൊരു മരം വെട്ടാൻ ചുമ്മാ അതിന്റെ കിളിയോട് അതിന്റെ പേര് എന്താണ് ആദ്യം ഒന്ന് ചോദിച്ചു. ഞാൻ പറയാം. ചാട്ടയുടെ പേര് സെൽവൻ. പേരെന്താ? ചാട്ടയുടെ പേര് അടിമാലി. അടിമാലിയോ? അടിമാലി. അല്ല എനിക്ക് ഭാഗ്യമുണ്ട് ആ ടീമിലൊന്നും പോയി എന്നെ ആദ്യം കൊണ്ട് വിടാഞ്ഞത്. അന്നത്തെ ദിവസം തന്നെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം അടിമാലി. ഒന്നുമില്ല, അറിയാതെ എനിക്ക് അടുത്ത ജന്മം സ്തുതിയായിട്ട് അങ്ങ് ജനിച്ചാ മതി. എന്താ ഹ്യൂമർ സെൻസ് ആണോ? കൊടുക്കാല്ലേ? 1 2 3 ഗോ. അയ്യോ കുട്ടിക്ക് നോവും. സ്റ്റെപ്പ് അവൾക്ക് അറിയത്തില്ല. അത് നിന്റെ അസീസ് കാണിച്ചു തരും അടിയുടെ പവർ എന്താന്ന്. അസീസ് കാണിച്ചു തരും. എനിക്കാരും ഇല്ലേ. ഒരു പാട്ട് കേൾക്കാൻ കൊതിയാണ്. തൂത്തോ പിത്തോ. ഷാഫിയുടെ ഒരു പാട്ട്. അനുരാഗിണി നിൻ സുന്ദര രൂപം സ്വപ്നമാം വീണയിൽ സ്വരമുണർത്തി. അനുരാഗിണി നിൻ സുന്ദര രൂപം സ്വപ്നമാം വീണയിൽ സ്വരമുണർത്തി. പെൺകൊടി നീയൻ മൺകുടിലിനുള്ളിൽ, പെൺകൊടി നീയൻ മൺകുടിലിനുള്ളിൽ തങ്കനിലാവൊളി കൊളുത്തിവച്ചു. സുനയനേ സുമുഖി സുമവദനേ സഖി. സുനയനേ സുമുഖി സുമവദനേ സഖി. പ്രമദാവനം മലരണിഞ്ഞു, പ്രണയസൗരഭം വഴിഞ്ഞു. സുനയനേ സുമുഖി സുമവദനേ സഖി. സുനയനേ സുമുഖി സുമവദനേ സഖി. അത്ര വലിയ സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടി വാങ്ങിക്കണം രണ്ടുപേരും കൂടെ ഒരുമിച്ച്. അതൊരു ഒരു ഡബിൾ. അല്ല നീ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്? അല്ല അത് പിന്നെ അവകാശമാണ്, നമ്മളത് വിട്ടുകൊടുത്തു. പക്ഷെ ഒരുമിച്ച് ഒരു ഡബിൾ ബുൾസൈ. 25ാമത്തെ ക്ലോസ് അതിന്റെ. വാ ഉണ്ണി പൊട്ടാതെ ഡബിൾ ബുൾസൈ. നല്ല ക്യാപ്റ്റൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ നീ അവിടെ നിന്ന് അല്ല രണ്ടാളും ഇവിടേക്ക് രണ്ടാളും നല്ല കാര്യം. അടുത്തടുത്ത് അല്ലെങ്കിൽ ഭയങ്കര താലോലവും പാട്ടും ഒക്കെ ഉള്ള അടുത്ത് കൊള്ളണം ഇപ്പഴേ കേട്ടോ. റെഡി അല്ലേ? രണ്ട് കൊള്ളണം. കാരണം പറഞ്ഞാൽ പാട്ടില്ലാതാക്കി. ഗോ. ഇല്ല ഒരാൾക്ക് കൊണ്ടില്ല. അടി അങ്ങനെയാണ് വാങ്ങിക്കണം. അടി വാങ്ങിക്കില്ലേ? എന്താ സംഭവം? എന്താ ഐ ആം വെയിറ്റിംഗ്. ഞാനും വെയിറ്റ് ചെയ്യും. രണ്ടാമതുകൊണ്ടില്ല. ആ കുട്ടി അടിക്കണ്ടല്ലോ. അല്ല ഞാൻ അടിക്കില്ലായിരുന്നു. പക്ഷെ ഷാഫി അടി എന്റെ കൈ വന്ന് കൊണ്ടിട്ട് ഇടപാട് വിടുന്നു. അസീസ് അടിക്ക്. ഇത് ഞാൻ അടിക്കാം. നിങ്ങളൊരു ടീമാന്നല്ലേ പറഞ്ഞത്? ഇവരാരെ അടിച്ചോട്ടെ. നിങ്ങളൊരു ടീമാന്നല്ലേ പറഞ്ഞു. ചെല്ല്. ശ്രീവിക്ക് അടിക്കുന്നു. അസീസ നീ അടിക്കണ്ട, പുതിയ കുട്ടിയാണ്. എന്തെങ്കിലും ഞാൻ ആരെ അടിച്ച്? ഞാൻ അടിച്ചില്ല ഇതുവരെ. അല്ല അറിയാലോ, ഇവിടെ വരുന്ന നമ്മുടെ ന്യൂ ആർട്ടിസ്റ്റുകൾക്ക് നടയടി ഏറ്റവും അടിപൊളിയുള്ളത് അസീസിന്റെ. നിങ്ങൾക്ക് അടിക്കാൻ ബാഗിനകത്ത് പൈന്തിരിപ്പുണ്ട്. ഞാൻ ഇത് അടിച്ചോട്ടെ പ്ലീസ്. എനിക്ക് ലഹരിയാണ്, എന്താണ് എല്ലാരും കൂടെ എന്റെ ലഹരിയാണ് മക്കളെന്നല്ലേ. അല്ലല്ല ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കണം എന്നുള്ള കഴിഞ്ഞ അനുപേട്ടൻ പറഞ്ഞോ. മറ്റേ പുതുതായിട്ട് വന്ന കുട്ടി അടിച്ചപ്പോ നല്ല വഴക്കിട്ടിയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം.
അസീസൊക്കെ അടിക്കണ്ട. നിങ്ങൾ എന്താണ് ഈ മനുഷ്യനെങ്ങനെ ഇട്ട് പേടിപ്പിക്കുന്നത്? നല്ല വേദന. വേണ്ട, പക്ഷെ അഥവാ അടിക്കണമെങ്കിൽ കുഴിഞ്ഞരമ്പാണ് നമ്മുടെ ലക്ഷ്യം. അല്ലല്ല ആരെങ്കിലും വിട്ടാ മതിയോ? പുറത്തുനിന്നുള്ള ഈ ചാട്ടടിയെ പറ്റി പുറത്തുനിന്നുള്ള അഭിപ്രായം എന്താ? ഇങ്ങോട്ട് വരണു എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ശബ്ദം നമ്മൾ ടിവിയിലൂടെ കേൾക്കുമ്പോ തന്നെ നമ്മളിങ്ങനെ ടിവി കണ്ടോണ്ട് ശബ്ദമല്ല അത്, ചിലതൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ഈ അടി ഉണ്ടല്ലോ, അസീസ് അടിക്കണ അടി. അല്ല ഇതില് ഒരു കുട്ടി ഇപ്പോഴും അല്ല ഇപ്പൊ ആദ്യമായിട്ടൊന്നല്ലേ ഒരു കൺസെഷൻ. ആ ചെരുപ്പ് മതി. എന്ത് കോമയാണ് വിടാൻ സാധ്യത അടിയില്ലേ? ഈ ചെരുപ്പ് നീ എടുത്തോ, ഇനി ഞാൻ കൊച്ചിടാൻ പറ്റിയില്ലെങ്കിലോ. അസീസേ അന്ത പോലെ കുഴിഞ്ഞരമ്പിൽ അടിക്കല്ലേ കേട്ടോ. ചെരുപ്പ് കളിപ്പുണ്ടാ അറിയാലോ ആർട്ടിസ്റ്റ് വന്നിട്ട്. കണ്ട ചെരുപ്പൂരിയപ്പോ ഒരു അടി. അസീസേ ഇത്ര നേരം ഗെയിം കളിക്കുമ്പോ ഇവിടെ ഞരമ്പൊന്നും ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ മുഖം മാറണേ? എനിക്ക് നന്നായിട്ട് കൊണ്ടുപോയി. എങ്ങാനും എനിക്ക് വേദനിച്ച പോകുന്നതിന് മുന്നേ ഞാൻ അത് തീർക്കും എങ്ങനെയെങ്കിലും. തുടങ്ങിക്കോ. അതെങ്ങനെ? ആ കാലം കൈ ഇങ്ങനെ പിടിച്ചത്. ഇങ്ങനെ അസീസെ കുട്ടിക്ക് പരിചയമില്ലാട്ടോ. ആദ്യമായിട്ട് വരുന്നേ. അസിസ്ക പതുക്കേട്ടാ. അല്ലല്ല, എനിക്ക് ആരുടെയും കൺസെഷൻ ഒന്നും വേണ്ട. എനിക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. എന്നാ പിന്നെ ചോദിച്ചു വാങ്ങിച്ചോളൂ. ഒന്നും നോക്കണ്ട, അഹങ്കാരോട് അടിച്ചോ. അസീസെ ഓക്കെ. അസീസ് അസീസ് Ready? 1 2 3. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും അടിക്കണ പോലെ അടിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഞാൻ മാത്രം നിങ്ങൾ ചാട്ടടി ഞാൻ നിങ്ങൾ തോന്നുന്നു. അങ്ങനെ എപ്പോഴും അടിക്കണ പോലെ അടിക്കണ്ട. നിങ്ങൾക്ക് വന്ന കുട്ടിയാണോ? വേറെ എത്ര പെൺകുട്ടികൾ അടിച്ചിട്ട് നിങ്ങൾ എന്റെ തോന്നുന്നല്ലോ പറഞ്ഞു. അല്ലാതെ സാറില്ല, അത് പോട്ടെ. അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും വീശണ്ടേ? അല്ല കുഴപ്പമില്ല, നമുക്ക് നോക്കട്ടെ. നമുക്ക് നോക്കാന്നല്ല ഇതിന് കുട്ടി തയ്യാറല്ലേ? പിന്നെ എന്താണ്? അതെ അതെ എന്താണ് കുട്ടി തയ്യാറാണ്. ചെരുപ്പൊക്കെ ഊരി അങ്ങോട്ട് മാറ്റി. എന്നോട് എന്തോ വ്യക്തിപരമായ വൈരാഗ്യമുള്ള പോലെയാണല്ലോ. അവൻ ഭയങ്കര കൂർണവൻ. നിന്നോണ്ടിരിക്കണ ആടിന്റെ ചങ്കൊക്കെ പറിച്ച് തിന്നിട്ട് പോണവൻ ഭയങ്കര കൂർണവൻ. അവനെ പറ്റി പരക്കെ അങ്ങനെ സാധനം ഉണ്ട്. മക്കളെ ഒരു കാര്യം ചെയ്യും, ചിലപ്പോ കുറച്ച് ശമനം കിട്ടും. നേരത്തെ പാടിയ ആ ഒരു പാടുവോ? കമ്മിറ്റിക്കാർ ദഹനവും കിട്ടും ഒറ്റയടിയില്. പാടിയ ഒരു 2 വരി ജസ്റ്റ് ഒന്ന് പാടിയേ. എന്തായാലും ഇതൊന്നും മോചനം ഇല്ലല്ലോ. നമുക്ക് അധികം നീട്ടണ്ട, അടിച്ചോ. ബാക്കിയുള്ളത് ഞാൻ ഏറ്റു. അടിച്ച് കമ്മത്തടിച്ച് 1 2 3. അങ്ങോട്ട് നോക്കരുത്. അടിക്ക്. അതെ, കണ്ണിലേക്ക് എങ്ങനെ കൊണ്ട കളി തമാശയില്ല. തിരിഞ്ഞു ഓക്കെ. ഇതിൽ എനിക്ക് എസ്കേപ്പിസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല എസ്കേപ്പിസ് ഒന്നും പറ്റില്ലല്ലോ. നീ എത്ര ലോങ് പോവാതെ അടുത്തുനിന്ന് നിനക്കട ഞാൻ ഒരു കാര്യം പെട്ടെ, നിനക്ക് അടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചൂടെ? നീ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് നോക്കലടാ, കണ്ണിലേക്ക് വരും. 1 2 3 ഗോ. ഡാറ്റയിൽ പവർ കൊടുത്തില്ല. ഡാറ്റയിൽ പവർ കൊടുത്തില്ല. വിട്ടുപിടിച്ചതാ അല്ലേ? അവൻ വിട്ടുപിടിച്ച ഞാൻ മനുഷ്യത്വം കാണിക്കായിരുന്നു. ഞങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ട് ഒരു വിട്ടുവീഴ്ച കാണിച്ചു. ആ ഒരു ഇതൊന്നും വേണ്ട, കൺസെഷൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഇതിലും ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ഇന്ന് നമ്മൾ കുറെ ചിരിച്ചു. സംഗതി കുട്ടി കുട്ടി ഗെയിംസ് ആയിരുന്നു, പക്ഷെ ആ കുട്ടി കുട്ടി ഗെയിംസിലും എത്രയോ ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതുപോലെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും ഫണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. So now we are saying bye from E-Master Presents Kenme Online English Star Magic, powered by Nanotechnologies, Sheen Lac Water-Based Wood Polish, Vijay Edu App, and MYK Laticrator P100. Our spice partner Eastern, online education partner Xylem MBBS Mobile Entrance App, and our health partner Kamlari saying tata, bye bye, good night.